സ്റ്റാർട്ട് ചെയ്തോ? അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് രാമചന്ദ്രയിലാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് രാമചന്ദ്രയിലാണ്. ഇന്ന് ഞാനും നിരഞ്ജനും കൂടെ ഇവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. അപ്പോൾ വിചാരിച്ചു നമുക്കൊരു ചലഞ്ച് ചെയ്യാമെന്ന്. 100 റുപ്പീസ് ചലഞ്ച്, വെറൈറ്റി കണ്ടന്റ് ആണ്. 100 റുപ്പീസ് ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് 100 റുപ്പീസിൽ നമുക്ക് ഈ രാമചന്ദ്രയിൽ നിന്ന് 10 മിനിറ്റിനുള്ളിൽ എന്തൊക്കെ വാങ്ങാൻ പറ്റും, അതാണ് ചലഞ്ച്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ മെൻസിൻ്റെ ഫ്ലോറിലാണ്. ഇവിടെ മാത്രമാണ് ആളില്ലാത്ത, മേളിലും താഴെയൊക്കെ ഭയങ്കര ആള്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തിട്ട് മേളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇത് തിരുമല രാമചന്ദ്രയാണ്. 3rd ഫ്ലോറാണ്. 3rd ഫ്ലോറിലാണ് നമ്മുടെ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. അവിടെ നിന്നാണ് ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഒബ്വിയസ്ലി. കാരണം ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വാങ്ങാൻ വേണ്ടിയല്ല, എപ്പോഴും വരുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ നമുക്കിനി മേളിലോട്ട് പോയിട്ട് സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് വാങ്ങാം. ഗൈസ്, ഇതും ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ഈ സെക്ഷനിൽ തന്നെയാണ് ഞാനിത് വാങ്ങിയത്. നല്ല ജേഴ്സി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മേളിലോട്ട് പോവാം. ഗൈസ്, ഇന്ന് ഞാൻ അണ്ടർ ഡ്രസ്ഡും നിരഞ്ജൻ ഓവർ ഡ്രസ്ഡും ആണ്. എനിക്ക് എവിടെ പോയാലും ഞാൻ അണ്ടർ ഡ്രസ്ഡ് ആയിരുന്നാൽ കുഴപ്പമില്ല, ഓവർ ഡ്രസ്ഡ് ആയിരുന്നാലാണ് എനിക്ക് പ്രശ്നം. ഇന്ന് എനിക്ക് റെഡി ആവാനൊന്നും മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ജേഴ്സി ഇട്ട് ഞാനങ്ങ് ഇറങ്ങി. സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ 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 ഓക്കെ. ഇവിടെ ഒന്നും ഇല്ല നോക്കാനായിട്ട്. വെയിറ്റ് ചെയ്. 35 രൂപ, ഞാൻ 10 രൂപ വെച്ചാൽ വന്നത്. ഇതൊന്നും എടുക്കാം, ഒരു ബഡ്സ് എടുക്കാം, ടിഷ്യൂ എടുക്കാം. ഇത് വേണ്ട, ഓൾറെഡി എനിക്ക് ഇതുണ്ട്. ഒരു പൗഡർ എടുക്കാം. പൗഡർ ഇല്ല എനിക്ക്. വിചാരിച്ചാലും എളുപ്പമല്ല കേട്ടാ. ഇതിപ്പോ എത്ര രൂപയായി? 100 രൂപയ്ക്ക് ഉള്ളിൽ നിക്കണോന്നാണോ? അത് കറക്റ്റ് 100 രൂപ. 100 രൂപ താഴെയായിരുന്ന പ്രശ്നമുണ്ടോ? 100 രൂപയ്ക്ക് അകത്ത് നിക്കണം അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോ. ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അയ്യോ സോറി, ബാഡ് വേർഡ് യൂസ് ചെയ്തു ഞാൻ. ബണ്ണെടുക്കാം. ബണ്ണ് എനിക്കില്ല. ക്ലിപ്പ് എടുത്തു. 10, 30, 40 റുപ്പീസ് ആയി. ഓക്കെ, ഇനി ഇവിടുന്ന് മാറിയിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസിലോട്ട് പോവാം. ഇതൊരെണ്ണം എടുക്കാം. ഞാൻ മൈലാഞ്ചി ഒന്നും ഇടാറില്ല, പക്ഷെ എത്ര മിനിറ്റ് ആയി എന്നെ കാണിക്ക്? 6 മിനിറ്റ് ഉണ്ട്. പ്ലെന്റി ഓഫ് ടൈം ഉണ്ട് സത്യം പറഞ്ഞ. ഇതൊരെണ്ണം എടുക്കാം. ഇത് അമ്മൂനും എടുക്കാം. ഞാൻ മൈലാഞ്ചി ഇടാറില്ല, അമ്മൂനും എടുക്കാം. ഇത് നമുക്ക് ഇവിടെ നിൽക്കണ്ട, വേറെ അങ്ങോട്ടേലും പോവാം. എത്ര രൂപ? കൺഫ്യൂസ്ഡ് ആസ് ഹെല്ലാണ് ഞാൻ. ഇതൊരെണ്ണം എടുക്കാം. ഇവിടെ തന്നെ 10 രൂപ. 10 രൂപ. ഈ ബഡ്സ് ഞാൻ തിരിച്ചുകൊണ്ട് വയ്ക്കാൻ പോകുന്നു. കാരണം വീട്ടിൽ ഓൾറെഡി ബഡ്സ് ഉണ്ട്. ബഡ്സ് വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ചെയ്തിടാൻ തോന്നും. 10, 30, 40, 50, 65 ആയി. ഇനി ബാക്കി എത്ര? 35. Two more minutes. It's not that easy. ഞാൻ പറഞ്ഞ പോലെ. Don't know what to do, guys. ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് സെക്ഷനിൽ എന്തായാലും ഇനി എത്ര 35 റുപ്പീസിന് എന്തെങ്കിലും വാങ്ങണം. ലെറ്റ് മീ ലുക്ക്.
കണ്ടന്റ് കൂടെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇത് 20 ഉള്ളൂ. ഓക്കെ, ഡൺ 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 ഡൺ. 5 രൂപ ബാക്കി വന്നു ഗൈസ്. കാണിച്ചു തരൂ ഇതൊക്കെ, അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെ എടുത്തെന്നുള്ളത്. നമുക്ക് പോയി ബില്ലടിക്കും. ഇനി ഇവിടെ നിന്ന് ആൾക്കാർ നമ്മൾ അടിച്ചിറക്കും, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയും കൊണ്ട് നടക്കുവാണ്. ഗൈസ്, അടുത്ത് നമ്മൾ നിരഞ്ജന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു. നിരഞ്ജൻ ഹെൽത്തി കുട്ടനാണ്. ഇനി അടുത്ത് എന്തോ നോക്കുന്നേ? മഞ്ഞപ്പൊടി ലിസ്റ്റുമായിട്ടൊക്കെയാണ് നിരഞ്ജൻ വന്നേക്കുന്നത്. ലിസ്റ്റിൽ കൂടുതൽ സാധനങ്ങളുണ്ട്. എന്തോ വാങ്ങിച്ചത് നമ്മൾ എക്സ്ട്രാ വാങ്ങിയല്ലേ? പേരൊക്കെ വാങ്ങി. സ്വീറ്റ് പൊട്ടറ്റോ മേടിച്ചു. സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങണോ ഇനി? മേടിച്ചു. ഓക്കെ ഓക്കെ, പോവാം. ഗൈസ്, ഞാൻ എത്ര രൂപയായി, എന്തൊക്കെ വാങ്ങി എന്നുള്ളതൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിക്കാം. രഞ്ജൻ പാസ്തക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ. റിച്ച് ഗെയിംസ് ആണോ ഫുള്ള്? പാസ്ത അല്ലല്ലോ, മെക്രോണി. വലിയ പുള്ളിയാണ്. കഴിഞ്ഞോ? ഇനിയൊന്നും വേണ്ടേ? ബട്ടർ പേപ്പർ വാങ്ങണ്ടേ? ഓക്കെ ഗൈസ്, ഇനി നമുക്ക് മേലത്തെ ഫ്ലോറിൽ പോയി വേറെ ബട്ടർ പേപ്പർ വാങ്ങണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എത്ര രൂപയായെന്ന് വെച്ചാൽ 95 അല്ല, 98 രൂപയാണ്. കണ്ടോ, 2 രൂപ ബാലൻസ്. 98 രൂപയാണ്. എനിക്ക് 100 തികയ്ക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ച പോലെ അത്ര ഈസി അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നു, പക്ഷെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചു തരാം. എന്താ ഇതിൻ്റെ അകത്തുണ്ട് ഞാൻ വാങ്ങിയതൊക്കെ. ഫസ്റ്റ് തന്നെ വന്നത് മാഗിയുടെ സ്പൈസി യമ്മി. ഇതിന് എത്ര രൂപ? ഇതിന് 25 രൂപയായിരുന്നു. 20 രൂപയോ? ഇതിന് 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചോദിച്ചു ഇതിന് 25 ഇതിന് 20 രൂപ. പിന്നെ ഇത് മൂങ് ദാൽ. ഇത് എത്ര രൂപ? ഇതൊന്നും നമ്മളങ്ങനെ വീട്ടിൽ വാങ്ങുന്നതല്ല. ഇതിന് എത്രയായിരുന്നു? ഇതിന് 10 രൂപ. ഇത് നമ്മുടെ മഞ്ച് ചോക്കോ ഫിൽസ്. ഇതിന് 10 രൂപ. പിന്നെ ഒരു പൗഡറിന് 10 രൂപ. പിന്നെ ഒരു മെഹന്തി വാങ്ങിച്ചിട്ടുണ്ട്. മെഹന്തി ഒന്നും ഞാൻ ഇടാറേ ഇല്ല. മെഹന്തിയൊക്കെ വല്ലപ്പോഴും അമ്മ എന്നെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി ഇട്ട് തരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്കൊരു മൈലാഞ്ചി വാങ്ങാമെന്ന്. ഇതിന് 15 രൂപ. പണ്ട് ഇതിന് എത്രയായിരുന്നു എന്തോ ഓർമ്മയില്ല. ഓക്കെ, പിന്നെ ഇതൊരു നെയിൽ പോളിഷ് റിമൂവ്, നെയിൽ ക്ലെൻസിങ് വൈപ്സ് ആണിത്. ഇതിന് എത്ര രൂപയായിരുന്നു? ഇതിന് 20 രൂപ. ഇത് അമ്മയ്ക്കാണ്. ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല, മെഹന്തി ഇടാറില്ല. അതൊക്കെ ഇത് അമ്മയ്ക്കാണ്. അപ്പോൾ അടുത്ത എന്തായിരുന്നു? ഇതൊരു ക്ലിപ്പ്, 10 രൂപയുള്ളൂ ഇതിന്. അടുത്തത് ഒരു ഫേഷ്യൽ ടിഷ്യൂ. ഇതിനും 10 രൂപയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം എന്തൊക്കെയായിരുന്നു? ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങി 100 രൂപയ്ക്ക്. അവിടെ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം 100 രൂപയ്ക്കും നമുക്ക് ഇത്രയൊക്കെ വാങ്ങാം, വേണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം നല്ല ഫണ്ണായിരുന്നു. ഫണ്ണായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ നമ്മളതിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്നാണ് നിരഞ്ജൻ പറഞ്ഞത്. പിന്നെ ഞാൻ ആരുടെ മുഖത്തും നോക്കിയില്ല. എനിക്ക് എൻ്റെ ഇൻട്രോവേർട്ട് മോഡാണ്. പിന്നെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആരുടെയും മുഖത്ത് നോക്കാതെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതും എല്ലാ സാധനങ്ങളൊക്കെ എടുത്തതും. പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നിരഞ്ജൻ്റെ കൂടെ സാധനം വാങ്ങാൻ പോയപ്പോൾ എനിക്കൊരുമാതിരി, ഇനി ആരെങ്കിലുമൊക്കെ നോക്കിയായിരുന്നു ഇവരിനി എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ. എന്തായാലും കൊള്ളായിരുന്നു. കുറച്ച് സാധനങ്ങൾ, കുഞ്ഞു സാധനങ്ങൾ. മുമ്പൊക്കെ ആയിരുന്നു 100 രൂപയ്ക്ക് നമുക്ക് കുറേ വലിയ സാധനങ്ങൾ വാങ്ങാൻ പറ്റുമായിരുന്നല്ലേ? ഓർമ്മയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും വീണ്ടും ഞാൻ ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. കാരണം എൻ്റെ ഹോം വ്ളോഗ് കണ്ടെങ്കിലും അടുത്ത് കാണില്ലേ.
അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ ഈ വീഡിയോ ലൈക്ക് ചെയ്താലെന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.